ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഭുവനേശ്വറിൽ സംസ്ഥാന പോലീസ് ഡിജിപിമാരുടെയും ഐജിമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. സംസ്ഥാനത്ത് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഉച്ചകഴിഞ്ഞ് പുതുച്ചേരിക്ക് സമീപം തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഭുവനേശ്വറിൽ ഇന്നലെ ആരംഭിച്ച സംസ്ഥാന പോലീസ് ഡിജിപിമാരുടെയും ഐജിമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് 3 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഡെസ്ക് റിപ്പോർട്ട്. രാജ്യത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ അഡ്മിനിസ്ട്രേറ്റർമാർക്കും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾക്കൊപ്പം രാജ്യത്ത് പോലീസ് നേരിടുന്ന വിവിധ പ്രവർത്തന അടിസ്ഥാന സൌകര്യ ക്ഷേമ പ്രശ്നങ്ങൾ സ്വതന്ത്രമായി ചർച്ച ചെയ്യുന്നതിനും സംവാദം നടത്തുന്നതിനും വേദിയൊരുക്കുന്നതാണ് സമ്മേളനം. ദേശീയ സുരക്ഷ, തീവ്രവാദം, ഇടതുപക്ഷ തീവ്രവാദം, തീരസുരക്ഷ, പുതിയ ക്രിമിനൽ നിയമങ്ങൾ, മയക്കുമരുന്ന് തുടങ്ങിയവയാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സമ്മേളനത്തിൽ സമ്മാനിക്കും. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംസ്ഥാന ആഭ്യന്തരമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഡിജിപിമാർ, കേന്ദ്ര പോലീസ് ഓർഗനൈസേഷൻ മേധാവികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തു. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ യോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ അറിയിച്ചു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനവും ബ്ലോക്കുകളിലും ജില്ലകളിലും സംഘടനാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കാൻ ആഭ്യന്തര സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വാർഷികം ഡിസംബറിൽ ബലഗാവിയിൽ ആഘോഷിക്കാനും പാർട്ടി തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സംഘടനാ തലത്തിലെ എല്ലാ പോരായ്മകളും തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, P. ചിദംബരം എന്നിവരും പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. പ്രായമായവർ, രോഗത്തിന്റെ ഭാഗമായി കിടപ്പിലായവർ എന്നിവരെ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ ഭരണ വകുപ്പാണ് പദ്ധതിക്ക് നേതൃത്വം വഹിക്കുക. പാലിയേറ്റീവ് പരിചരണം ആവശ്യം വരുന്ന ആരും ഒഴിവാകാൻ പാടില്ലെന്നും APL BPL വ്യത്യാസം ഉണ്ടാവരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. ജില്ലാ കളക്ടറും പ്രാദേശിക തലങ്ങളിൽ തദ്ദേശ സ്ഥാപന മേധാവികളും നേതൃത്വം വഹിക്കണം. ഇത്തരം സ്ഥാപനങ്ങളുടെയും വോളണ്ടിയർമാരുടെയും രജിസ്ട്രേഷൻ തദ്ദേശ ഭരണ തലത്തിൽ നടത്താനും യോഗം തീരുമാനിച്ചു. മാനവശേഷി കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് മന്ത്രി P. രാജീവ് അഭിപ്രായപ്പെട്ടു. യുവസംരംഭകർ സംസ്ഥാനത്ത് തന്നെ സംരംഭങ്ങൾ വികസിപ്പിക്കണമെന്നും അവർക്ക് എല്ലാ സൌകര്യങ്ങളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കോവളത്ത് സംഘടിപ്പിച്ച ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് റാങ്കിങ്ങിൽ 50ാം സ്ഥാനത്തായിരുന്ന കേരളം ഇന്ന് രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തി നിൽക്കുന്നുവെന്നത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്ന പ്രദർശന വിപണനമേള തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ മേഖലകളിലെ 50ഓളം ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് അനന്തപുരി SME ഉത്സവ് 2024 മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രദർശനം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഇന്ന് മണ്ഡലത്തിലെത്തും. രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന ഇവർ ഉച്ചയ്ക്ക് മുക്കത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് കരളായിയിലും തുടർന്ന് വണ്ടൂരിലും വൈകിട്ട് എടവണ്ണയിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. നാളെ മാനന്തവാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും സ്വീകരണ പരിപാടികളിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥികൾ പുത്തൻ അറിവുകൾ നേടി അതിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രവാസി സംഘടനകൾ പ്രവാസികൾക്ക് ഏറെ ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ പറഞ്ഞു. കോഴിക്കോട് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച UAE ദേശീയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് മിഷണറിമാരുടെ സേവനം ഏറ്റവുമധികം ലഭിച്ചത് മലബാർ പ്രദേശത്താണെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഉച്ചകഴിഞ്ഞ് പുതുച്ചേരിക്ക് സമീപം മഹാബലിപുരത്തിനും കാരക്കലിനുമിടയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുകയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഇന്നത്തെ തമിഴ്നാട്ടിലെ പരിപാടികൾ റദ്ദാക്കി. ചെന്നൈ സെൻട്രൽ സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി തമിഴ്നാട്ടിൽ എത്താനിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കനത്ത കാറ്റ് വീശുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 20 സെന്റിമീറ്ററിലധികം മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ കോസ്റ്റ് ഗാർഡിനെ സജ്ജമാക്കി. ചുഴലിക്കാറ്റ് പുതുച്ചേരിയിലെ വടക്കൻ ജില്ലകളിൽ നാശം വിതയ്ക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ജനങ്ങളോട് വീടിന് പുറത്തിറങ്ങാതിരിക്കാനും നിർദ്ദേശം നൽകി. പുതുച്ചേരി ഗവൺമെന്റ് ജില്ലാ അധികാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ചെന്നൈ അടക്കം 6 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ കേരള തീരത്ത് ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നാളെ മുതൽ 3 ദിവസം കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി മുഖ്യാതിഥിയായി പങ്കെടുത്ത് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 239 പേരാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 29 പേർ വനിതാ കേഡറ്റുമാരാണ്. പരിശീലനം പൂർത്തിയാക്കിയ കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള കേഡറ്റുമാരും പരേഡിൽ അണിനിരക്കും. സുഡാൻ, മൌറീഷ്യസ്, മ്യാൻമാർ, സീഷൽസ് എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തി പരിശീലനം പൂർത്തിയാക്കിയ 8 പേരും ഇതിലുൾപ്പെടും. അക്കാദമി ഗ്രൌണ്ടിലാണ് പാസിംഗ് ഔട്ട് പരേഡ്. പരേഡിന് മുന്നോടിയായി ഇന്നലെ നടന്ന 24ാമത് ബിരുദദാന ചടങ്ങിൽ ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ 107 ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സിലെ 88 മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദം സമ്മാനിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന് കീഴിലെ അക്കാദമികൾക്കും ഹോസ്റ്റലുകൾക്കും മെസ് തുകയുടെ കുടിശ്ശിക നൽകുന്നതിന് 3 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. തുക അടുത്ത ആഴ്ച വിതരണം ചെയ്തു തുടങ്ങും. 2500ഓളം കുട്ടികളാണ് കൌൺസിലിന് കീഴിൽ പരിശീലനം നടത്തുന്നത്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. കൊൽക്കത്തയിൽ എതിരില്ലാത്ത 1 ഗോളിനാണ് ഈസ്റ്റ് ബംഗാളിന്റെ ജയം. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ വൈകിട്ട് 5-ന് മുംബൈയിൽ മുംബൈ സിറ്റി FC ഹൈദരാബാദ് FCയെ നേരിടും. 2ാം മത്സരത്തിൽ വൈകിട്ട് 7:00 കൊൽക്കത്തയിൽ ചെന്നൈയിൻ FCയും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. ഐ ലീഗ് ഫുട്ബോളിലെ എവേ മത്സരത്തിൽ ഗോകുലം കേരള FC റിയൽ കശ്മീർ FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. ശ്രീനഗറിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന അടുത്ത മത്സരത്തിൽ ഗോകുലം കേരള FC ഐസോൾ FCയെ നേരിടും. അണ്ടർ-19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30ക്കാണ് മത്സരം. മുഹമ്മദ് അമ്മാനാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഷാർജയിൽ ഇന്ന് 2ാം മത്സരത്തിൽ UAE ജപ്പാനുമായി ഏറ്റുമുട്ടും. പിങ്ക് ബോൾ സന്നാഹ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ സീനിയർ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റേഴ്സ് 11 നേരിടും. ഓസ്ട്രേലിയയിലെ മനുക ഓവലിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം രാവിലെ 9:10-നാണ് ആരംഭിക്കുന്നത്. ഇത് 4ാം തവണയാണ് ഇന്ത്യ ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റേഴ്സ് 11-മായി ഏറ്റുമുട്ടുന്നത്. ലക്നൌവിൽ സെയ്ദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ PV സിന്ധു സെമിയിൽ കടന്നു. ചൈനീസ് താരം ദായ് വാങ്ങിനെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. വികസിത് ഭാരത് യുവനേതൃ സംഗമത്തിന്റെ ഭാഗമായി ഈ മാസം 25-ന് ആരംഭിച്ച വികസിത് ഭാരത് ക്വിസ് മത്സരം അടുത്ത മാസം 5 വരെ മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ തുടരും. ഡിജിറ്റൽ ക്വിസിൽ 15 മുതൽ 25 വയസ്സ് വരെ പ്രായക്കാർക്ക് പങ്കെടുക്കാം. നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ജനുവരി 11, 12 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭുവനേശ്വറിൽ സംസ്ഥാന പോലീസ് DGPമാരുടെയും IGമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. സംസ്ഥാനത്ത് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഉച്ചകഴിഞ്ഞ് പുതുച്ചേരിക്ക് സമീപം തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന്.